ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത 2024 പുറത്തിറങ്ങിയ വാഴ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് 90s കിഡ്സിനിടയിൽ വലിയ സ്വീകാര്യത നേടിയ ചിത്രമായിരുന്നു. ആ തലമുറയുടെ അനുഭവങ്ങളെയും മനോഭാവങ്ങളെയും നന്നായി പകർത്തിയ കഥാപാത്രങ്ങളും സംഭവങ്ങളുമാണ് അതിന് പ്രധാന കാരണം. ഇപ്പോൾ വാഴ 2 എത്തുമ്പോൾ തലമുറയിൽ ചെറിയ മാറ്റമുണ്ടെങ്കിലും കേരളത്തിലെ യുവാക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും കൊണ്ട് ഇതൊരു രസകരമായ സിനിമ അനുഭവമായി മാറുന്നു. വാഴയ്ക്ക് ശേഷം രണ്ടാം ഭാഗം ആവശ്യമായിരുന്നോ എന്ന സംശയം പോലും മാറ്റിമറിക്കുന്ന തരത്തിലാണ് മുന്നേറുന്നത്. ഹാഷിറിന്റെയും അലന്റെയും കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഒരേ സമയം ജനിക്കുന്ന സഹോദരങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെ കഥ മുന്നേറുന്നു. സൗഹൃദം, പ്രണയം, കുടുംബ ബന്ധങ്ങളിലെ സംഘർഷം, സ്കൂൾ ജീവിതത്തിലെ സംഭവങ്ങൾ തുടങ്ങിയ പല തലങ്ങളിലൂടെയും കഥ സഞ്ചരിക്കുന്നു. ഒടുവിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ചെയ്യുന്ന ഒരു അബദ്ധം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ് കഥയുടെ പ്രധാന വഴിത്തിരിവ്. സോഷ്യൽ മീഡിയയിൽ പരിചിതരായ ഹാഷിറും അലനും സിനിമയിലും തങ്ങളുടെ കഥാപാത്രങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ചിരിക്കുന്നു. വിനായക്, അജിൻ എന്നിവരുടെയും പ്രകടനം ശ്രദ്ധേയമാണ്. കോമഡി മുതൽ ഇമോഷൻ വരെയുള്ള എല്ലാ മുഹൂർത്തങ്ങളിലും ഈ 4 പേരും നല്ല കെമിസ്ട്രിയോടെ മുന്നേറുന്നു. മറ്റ് അഭിനേതാക്കളും പ്രത്യേകിച്ച് സഹതാരങ്ങളും സിനിമയുടെ സ്വഭാവത്തിന് ഒത്ത പ്രകടനം കാഴ്ചവെക്കുന്നു. സുധീഷ്, ബിജുക്കുട്ടൻ, കണ്ണൻ സാഗർ, അജു വർഗീസ്, അൽഫോൺസ് പുത്രൻ എന്നിവരുടെ സാന്നിധ്യം സിനിമയെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്നു. പ്രത്യേകിച്ച് അൽഫോൺസ് പുത്രന്റെ കഥാപാത്രവും ചെറിയ റഫറൻസുകളും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക രസം നൽകുന്നുണ്ട്. ചെറിയ കഥാപാത്രങ്ങൾ പോലും ശ്രദ്ധയോടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഗുണം സിനിമയിൽ വ്യക്തമാകുന്നു. എഡിറ്റിംഗ്, പശ്ചാത്തല സംഗീതവും സിനിമയുടെ വേഗതയും താളവും നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ആദ്യ സീനിൽ നിന്നും അവസാനത്തേക്ക് വരെ കഥ എവിടെയും താഴെ ഇറങ്ങാതെ മുന്നേറുന്നത് എഡിറ്റിംഗിന്റെ മികവാണ്. അതിനൊപ്പം സംഗീതവും പാട്ടുകളും കഥയുടെ ഒഴുക്കിന് അനുയോജ്യമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഛായാഗ്രഹണം കഥയുടെ ലോകത്തെ നന്നായി പകർത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഗൾഫ്, UK തുടങ്ങിയ ലൊക്കേഷനുകളിലേക്ക് മാറുമ്പോഴും പ്രേക്ഷകരുടെ ശ്രദ്ധ ചിതറാതെ ദൃശ്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ആക്ഷൻ രംഗങ്ങളും യഥാർത്ഥ ബോധ്യത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നു. കഥയുടെ അടിസ്ഥാന രൂപം പരിചിതമാണെങ്കിലും മികച്ച തിരക്കഥയാണ് ചിത്രത്തിന്റെ ശക്തി. അനാവശ്യമായി നീട്ടലുകളില്ലാതെ സ്വാഭാവികമായി മുന്നേറുന്ന രീതിയിൽ കഥ പറഞ്ഞിരിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് ഉപയോഗം, രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സമീപനം, സൗഹൃദത്തിന്റെ മൂല്യം തുടങ്ങിയ വിഷയങ്ങൾ പ്രഭാഷണ രീതിയിലല്ലാതെ ജീവിത രീതിയുമായി ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ശ്രദ്ധേയമായത്. ചുരുക്കത്തിൽ വിവിധ തലമുറകളിലേക്ക് ബന്ധിപ്പിക്കാവുന്ന കഥാപാത്രങ്ങളും അനുഭവങ്ങളും ചേർന്ന വാഴ 2 ചിരിയും കണ്ണീരും ഒരുപോലെ സമ്മാനിക്കുന്ന പ്രതീക്ഷ നിലനിർത്തുന്ന ഒരു പൂർണ്ണ സിനിമ അനുഭവമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാഴ 2 നിങ്ങൾ കണ്ടവരാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമെന്ന പ്രതീക്ഷയിൽ അടുത്തൊരു നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ.